നമസ്കാരം. KH ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഉടൻ പുറത്തിറക്കാൻ ഇന്ത്യൻ റെയിൽവേ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ചെന്നൈ ICFലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ നിർമ്മിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ജർമ്മനി, സ്വീഡൻ, ചൈന, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഹൈഡ്രജൻ ട്രെയിനിനുള്ള ലോകത്തിലെ 5ാമത്തെ രാജ്യമായി മാറാൻ ഇന്ത്യ ഒരുങ്ങുന്നു. ഉടൻ തന്നെ ഹരിയാനയിലെ റെയിൽവേ ട്രാക്കിൽ പരീക്ഷണ ഓട്ടം നടത്താൻ ഇന്ത്യൻ റെയിൽവേ സജ്ജമായിക്കൊണ്ടിരിക്കുന്നു. 118 കോടി രൂപ നിർമ്മാണ ചെലവിലാണ് ഇന്ത്യയിലെ ഹൈഡ്രജൻ ട്രെയിൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. 2600 യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള ഈ ട്രെയിനിന് 8 കോച്ചുകളാണ് ഉള്ളത്. ഹൈഡ്രജൻ ട്രെയിനിൻ്റെ പരമാവധി വേഗത മണിക്കൂറിൽ 110 കിലോമീറ്ററാണ്. അമിത പലിശ ഈടാക്കി പണം കടം നൽകുകയും ഇരട്ടിയോളം തിരിച്ചടച്ചിട്ടും ഭീഷണിപ്പെടുത്തി വാഹനം ഈടാക്കി പിടിച്ചെടുക്കുകയും ചെയ്ത യുവാവ് അറസ്റ്റിൽ. കൊറ്റാമം മേലക്കോണം സ്വദേശി ഹരനാണ് പിടിയിലായത്. ഹരനിൽ നിന്ന് പണം കടം വാങ്ങിയ മരിയാപുരം സ്വദേശി വിശാഖ് വിജയന്റെ പിതാവ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് പാറശാല പോലീസിന്റെ നടപടി. നടനും അവതാരകനുമായ രാജേഷ് കേശവ് ഗുരുതരാവസ്ഥയിലെന്ന് റിപ്പോർട്ട്. ഞായറാഴ്ച രാത്രി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടന്ന പരിപാടിക്ക് ശേഷം തളർന്നു വീണ രാജേഷിനെ ഉടൻ തന്നെ കൊച്ചി ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി. കാർഡിയാക് അറസ്റ്റ് എന്നാണ് നിഗമനം. തുടർന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയും അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ പ്രവേശിച്ചുവെന്നാണ് ബന്ധുമിത്രാദികൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. സംസ്ഥാനത്തെ പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഓണാശ്വാസമായി 2250 രൂപ വീതം എക്സ്ഗ്രേഷ്യ ലഭിക്കും. ഈ തവണ 250 രൂപ വർദ്ധിപ്പിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 425 ഫാക്ടറികളിലെ 13835 തൊഴിലാളികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. വല്ലച്ചിറ സ്വദേശിനിയുടെ സ്ഥാപനത്തിൽ നിന്നും 5000 കിലോ മുളക് പൊടി വാങ്ങി 11 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. തമിഴ്നാട് ഈറോഡ് ജില്ല സുറമാംപെട്ടി സ്വദേശി മുത്തുകുമാറിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരത്ത് 26-കാരിയുടെ ജീവിതം വഴിമുട്ടിച്ച് ഗുരുതര ചികിത്സാ പിഴവ്. തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയക്കിടെ 50 സെന്റിമീറ്റർ നീളമുള്ള വയറാണ് കുടുങ്ങിയത്. കാട്ടാക്കട സ്വദേശി സുമയ്യ ആരോഗ്യ വകുപ്പിൽ പരാതി നൽകി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ രാജീവ് കുമാറിനെതിരെയാണ് യുവതിയുടെ പരാതി. ശസ്ത്രക്രിയ നടന്നത് 2023 മാർച്ച് 22-ന്. വീണ്ടും ആരോഗ്യ പ്രശ്നമുണ്ടായപ്പോൾ ഇതേ ഡോക്ടറുടെ അടുത്ത് 2 വർഷം ചികിത്സ തുടർന്നു. ആരോഗ്യ പ്രശ്നം കടുത്തപ്പോൾ മറ്റൊരു ആശുപത്രിയിൽ ചികിത്സ തേടി. തുടർന്ന് എക്സ്റേ എടുത്തപ്പോഴാണ് നെഞ്ചിനകത്ത് വയറ് കണ്ടത്. തുടർന്ന് വീണ്ടും ഡോക്ടർ രാജീവ് കുമാറിനെ സമീപിച്ചു. ഡോക്ടർ പിഴവ് സമ്മതിച്ചെന്നും യുവതി വ്യക്തമാക്കി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.